അവസാനമായി എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഫി റമളാന, ഈ കഴിഞ്ഞ റമളാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. എന്താ? വമിൻ ആദില്ലൈല അന ഉർമാ ബിൽ ഹിജാറ മിൻ ദാഖിലിൽ മൻസിലി, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇന്നെ എറിഞ്ഞോണ്ടേ ഇരിക്കുക. വമിൻ ഖാരിജി, വീട്ടിന്റെ ഉള്ളിൽ നിന്നും വീട്ടിന്റെ പുറത്തുനിന്നും. വയുത്ഫഉ അലയ്യൽ മിസ്ബാഹു, വിളക്കണ്ട് കത്തിച്ച വിളക്ക് വേഗം കെടുത്തിക്കളയുക. ഇങ്ങനെ ഒരു ഉപദ്രവം കൊടുങ്ങിയാലോ ഇതിന്റെ പേരില്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിന് എന്താ പ്രശ്നം എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് സഊദി ഔഖാഫിലേക്ക് ഒരാൾ എഴുതി ചോദിച്ച ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? ചിന്തിക്ക്. ഇതൊന്നും ഞാൻ തമാശ പറയല്ല, സഊദി ഔഖാഫ് ദാറുൽ ഇഫ്താ സിഹർ ജിന്നിനെ കുറിച്ച് ഇറക്കിയ പുസ്തകമാണിത്. അവരെ ഫത്വകളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഇബ്നു ബാസ് അടക്കമുള്ള ഫത്വ കമ്മിറ്റിയിലേക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സമാഹത്തിൻ ഇലൽ ലജ്നത്തി ദായിമത്തി ലിൽ ഇഫ്താഇ ബിരിആസത്തി സമാഹത്തി ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്വ കമ്മിറ്റിയിലേക്കുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടാ. എന്റെ വീട്ടിൽ നിന്നിലേക്കൊരു ഏറ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഉർമാ ബിൽ ഹിജാറ, എപ്പോഴും ഏറ് തന്നെ. മിൻ ദാഖിലിൽ മൻസിലി, വീട്ടിന്റെ ഉള്ളിൽ നിന്നും മിൻ ഖാരിജി, വീട്ടിന്റെ പുറത്തുനിന്ന് സദാസമയം ഏറ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വയുത്ഫഉ അലയ്യൽ മിസ്ബാഹ്, വിളക്കിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ വിളക്ക് കെടുത്തി കളയുക. ഇങ്ങനെ ഒരു ഉപദ്രവമുണ്ട്. അൽ ജവാബു, എന്താ അതിന്റെ പ്രശ്നത്തിന്റെ എന്റെ ഒരു പരിഹാരം പറഞ്ഞു തരൂ. ഇതെന്താ ഉള്ളത്? മറുപടി ഖദ് യകൂനു ഹൗലാഇ നഫറൻ മിൻ ശയാത്തീനിൽ ജിന്നി യഅ്തദു അലൈക വഅബസു ബിക ലിതഖ്റുജ മിനൽ ബൈതി. ഇത് യകൂനു ഹൗലാഇ നഫറൻ മിൻ ശയാത്തീനിൽ ജിന്നി, ഇതൊരു സംഘം ജിന്ന് ശൈത്താന്മാര് ആയിരിക്കും. അവർ നിന്റെ മേൽ അക്രമം ചെയ്യുകയാണ്. നിന്നെ വളരെ ഉപദ്രവിക്കാണ്. നീ എങ്ങനെങ്കിലും ആ വീടൊന്ന് ഒഴിവായി പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും വേണ്ടിയാവില്ല, നിന്നെ കൊണ്ട് അവര് കളിക്കായിരിക്കും. ഇത് നിനക്ക് വരാൻ കാരണവുമുണ്ട്. എന്താ കാരണം? ഖദ് യകൂനു മിൻഹും ഇന്തിഖാമൻ മിൻഹ, ഒരു പക്ഷേ അവർ നിന്നെ ശിക്ഷിക്കുകയായിരിക്കും. ലീദായിക, നീ ബുദ്ധിമുട്ടാക്കിയ കാരണത്താൽ. ഇയാഹും, അവരെ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നീ അവരെ ബുദ്ധിമുട്ടാക്കിയ കാരണത്താൽ. മിൻ ഹൈസു ലാ തഅലമു, നീയാകട്ടെ അവരെ ബുദ്ധിമുട്ടാക്കിയ വിഷയം നീയോട്ട് അറിഞ്ഞിട്ടില്ല. നീ അറിയാതെ നീ അവരെ ബുദ്ധിമുട്ടാക്കിയതിന് അവരെ ഭാഗത്തുനിന്നുള്ള ശിക്ഷയാവാനും ഒരു സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കണം. തമാശ പറയല്ല. സഊദി ഔഖാഫിന്റെ ഫത്വ എന്ന് ഒരു ഫത്വയും കൂടി പറയാം. ഇതേ സുആലുൻ ഇലൽ ലജ്നത്തി ദായിമ ലിൽ ഇഫ്താഇ ബിരിയാസത്തി സമാഹത്തി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ കമ്മിറ്റിയിലേക്ക് വേറൊരു ചോദ്യം. ഇതാ ഒരാൾ പറയാണ്, ഞാന് അന റജുലുൻ ഖഫീഫുൽ ബസരി വസാകിനു ഫീ ബൈത്തിൻ, ഞാൻ കൺകാഴ്ച കമ്മിയായ ഒരാളാണ്, ഒരു വീട്ടിൽ താമസിക്കുക. വഹാദൽ ബൈത്തു കുല്ല ലൈലത്തിൻ യജീഉനി ജിന്നുൻ യതൂഫൂന അലയ്യ, എന്റെ വീട്ടിലേക്ക് സാധാരണയായി രാത്രിയായ ജിന്ന് വരും. വഅതഖഫഫു മിൻഹും, ഞാന് അവരെ കാണുമ്പോഴത്തിന് അവർ വന്നു കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ ഞാൻ പേടിക്കാം. മുസാഹഫുൻ, എന്റെ അടുത്തൊരു മുസാഹഫ് ഉണ്ട്. മുസാഹഫ് എടുത്തിട്ട് മുഖത്ത് വെക്കുകയാണെങ്കിൽ റാഹു അന്നി, ഈ ജിന്നുകളൊക്കെ പോവുകയും ചെയ്യും. വല്ലാത്ത ഉപദ്രവമുണ്ട്. നിങ്ങൾക്ക് റോബിൻസൺ ക്രൂസോന്റെ ഐലൻഡ് സ്റ്റോറി വായിക്കല്ല, ഇത് അങ്ങനെ വിചാരിക്കണ്ട നിങ്ങൾ. ഇത് ദാറുൽ ഇഫ്താഹിന്റെ എങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് തന്നെ പിടിച്ചോളൂ. ഇത് സഊദി ദാറുൽ ഇഫ്താഹിന്റെ സെഹർ ജിന്നിന്റെ വിഷയത്തിൽ അവരിറക്കിയ പുസ്തകമാണിത്. നോക്കൂ, നിങ്ങൾ തമാശ പറയല്ല, നിങ്ങൾ ചിന്തിക്കും. അപ്പൊ എന്നിട്ട് ശരി, ഞാൻ മുസാഫ് വെച്ചാൽ, മുഖത്ത് മുസാഫ് വെച്ചാൽ ഇവ പോകുന്നു, എന്താ അതിനൊരു പരിഹാരം? എന്താ വേണ്ടത്? അൽ ജവാബ്, യംബഗി ലക അൻ തക്സറ മിൻ ദിക്രില്ലാഹി ഇൻദ നൗമി, അതിനുള്ള പരിഹാരം നീ ഉറങ്ങാൻ കിടക്കുമ്പോ ദിക്ർ ചൊല്ലണം. വഅൻ തഖറ ആയത്തുൽ കുർസി വസൂറത്തുൽ ഇഖ്ലാസി വൽ മുഅവ്വദതൈനി വഅൻ തസ്തഈദ ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ 3 മറാത്തിൻ സുബാഹൻ വമസാഅൻ. അങ്ങനെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ, നമ്മളെ ഹദ്ദാദിൽ ദിക്ർ അത് സ്ഥിരമായി ചൊല്ലുക. അതേപോലെ തന്നെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ് സമീഉൽ അലീം 3 മറാത്തിൻ സുബാഹൻ വമസാഅ.
ഇത് രാവും പകലും പതിവാക്കുക, രാവിലെ വൈകുന്നേരം പതിവാക്കുക, അല്ലാത്തൊരു പരിഹാരം അതിന് പറഞ്ഞു തരാനില്ല എന്ന്. മറ്റേയാളോടും പറയുന്നുണ്ട്, നീ വീട്ടിൽ കയറിയാൽ ഉടനെ ഖുൽഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. അത് ദായിമാക്കുക. അത് നിന്നെ വീട്ടിൽ നിന്ന് എന്തോ നീ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവരെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിൽ അഭയം തേടുകയാണ് നിനക്ക് നല്ലത് എന്ന് സഊദി ഔഖാഫിന്റെ ഫത്വ. നിങ്ങൾ വളരെ ചിന്തിക്കണം, ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് തമാശ പറയല്ല, ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ സാധാരണയായി അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. ജിന്നുകൾ വീട്ടിലുണ്ടാവും, ആ വീട്ടിൽ വെച്ച് അവർ പരസ്പരം നമ്മെ ഉപദ്രവിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതൊക്കെ ലോകം അംഗീകരിക്കുന്ന സത്യമാണ്. ഇവിടെ കുറച്ച് ആളുകൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതിരിക്കും ഒരു കാര്യം. ഇവിടെ 4 ആളല്ല, ഇത് ഞാൻ പറഞ്ഞ 4 മുസ്ലിംമാര് മാത്രം പറഞ്ഞ വിഷയമല്ല, ലോകം അംഗീകരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. ജിന്നുണ്ട്, ശൈത്താനുണ്ട്, അത് മനുഷ്യനെ ഉപദ്രവിക്കും, വീട്ടിൽ ഉപദ്രവിക്കും. നമ്മളെ ഈ പറഞ്ഞത് ഇന്ന് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ കേട്ട ഒരു എന്താ പറയാ, നിങ്ങളെന്നെ പറയും, ചാത്തനേർ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചാത്തനേർ എന്ന് പറഞ്ഞിട്ട് വേറുള്ളവരും അറിയാം, അതുണ്ടാവാം. ഏതോ ഒരു സ്ഥലത്ത് കുട്ടികളാണ് എറിഞ്ഞെന്നതിൽ ചാത്തൻ എറിയൂല എന്ന് വേണ്ട. ചാത്തൻ എന്നതൊരു ഒരു പേരാണ്. സത്യത്തിൽ ചാത്തൻ തന്നാലും ചീത്തൻ തന്നാലും സംഗതി ശൈത്താനാണ്. അതൊരു പേരിടാണ്. അങ്ങനെ ഒരു ഭാഗം. ശൈത്താൻ പ്രാദേശികവാദിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ സ്ഥലത്തെ ശൈത്താന് ഓരോ പേരാ. ഞങ്ങളെ മഞ്ചേരി കഴിഞ്ഞാൽ വലിയ ശൈത്താന് ചേക്കുട്ടി പാപ്പ എന്ന് പറയും. അങ്ങനെയാണ്. അങ്ങനെ മഞ്ചേരി കഴിഞ്ഞാൽ അങ്ങനെ വലിയ ശൈത്താൻ. അങ്ങനെ ഇവിടെ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. എന്നാലും ഇങ്ങനെ ഭദ്രകാളി ഇങ്ങനെ എന്തൊക്കെയോ പറയില്ലേ, ബ്രഹ്മരക്ഷസ് ഒന്ന് പറയും മനുഷ്യന്മാരെ. ഈ ബ്രഹ്മരക്ഷസ് എന്നാവില്ല അറേബ്യയിൽ പറയാ. അറേബ്യയിൽ ഓവുല് എന്നറിയാം. ഓവുല് എന്ന് പറയും. പൊട്ടി, മനസ്സിലായില്ല? പൊട്ടി ഓവുലിന്റെ എത്രയാ പൊട്ടിച്ചൂട്ടുകൾക്ക് കുറിച്ച് എത്രയാ ഹദീസുകളുള്ളത്. അത് മുഴുവനും കൂടി പറയാൻ എനിക്ക് നേരല്ല, അതൊന്നും എന്റെ ചർച്ചയല്ല. പൊട്ടിച്ചൂട്ട് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? പൊട്ടി അതായത് മനുഷ്യനങ്ങനെ വഴി തെറ്റിക്ക, അങ്ങനെ പൊട്ടി തിരിച്ചു കൊണ്ടിറക്കുന്ന ഓവുല് എന്നതൊരു ശൈത്താനാണ്. ഇതിങ്ങനെ തിരിക്കും. രാത്രി മനുഷ്യനെ വസ്വാസാക്കാൻ വേണ്ടി നടക്കുന്ന ശൈത്താനാ ഓവുല്. എന്തിന് കേട്ടോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആയത്തുൽ കുർസി പഠിപ്പിക്കുന്നിടത്ത് ഹദീസിൽ ഒരു റിവായത്ത് ജാഅനി ഗൗലുന്നാണ്. മനസ്സിലായില്ല? ഗൗല് വന്നോണ. ഗൗല് പറഞ്ഞാൽ രാത്രി നടക്കുന്ന മനുഷ്യന്മാരങ്ങനെ ചില്ലറ ഉപദ്രവത്തിനൊക്കെ നടക്കുന്ന ഒരു തരം പൊട്ടി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഗൗലിനാണ് അവിടെ ഒരു റിവായത്തിലുള്ളത്. പൊട്ടിച്ചൂട്ട് എന്നൊക്കെ പറയില്ലേ, ഒന്ന് സഹകരിക്കും മനുഷ്യന്മാര്. അവിടെ ഒരു റിവായത്തിലുള്ളത് ഗൗലി എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്നാ പൊട്ടിയല്ലാത്ത മനുഷ്യന്മാരും വെറുതെ ചൂട്ടുണ്ടാക്കാം, അതൊക്കെ ഉണ്ടാവാം. നീ ആരോ ചൂട്ടുണ്ടാക്കുന്നത് പൊട്ടിയില്ല എന്നുണ്ടോ? ഉണ്ട്. അതേപോലെ തന്നെ ആരോ തൽക്കാലം എവിടെയോ ഒരു ചാത്തനേർ ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ ആ ആഴ്ച എവിടെയും ചാത്തനാവും. അതിന്റെ പിന്നിൽ ആരുണ്ടാവും? കുട്ടികളായിരിക്കും, കുട്ടികളുടെ കളിയായിരിക്കും. അങ്ങനെയാണ്, അതൊരു സ്വഭാവമാണ്. എവിടെയെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം നടന്നാൽ പിന്നെ അതിനെ വഴി പിടിച്ചിട്ട് വെറും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെ ആ സീസണിൽ വരുന്നതെന്ന് എനിക്കോട്ട് മനസ്സിലാവാറില്ല. അങ്ങനെയാണ്. ഇതിനിടക്ക് സ്ത്രീകളെ ബസ്സിൽ നിന്ന് ഉപദ്രവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ആ കൊല്ലത്തെ മൊത്തം പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകളെ ബസ്സിൽ ഉപദ്രവിക്കുന്നു. മുന്നിലും അത് കേട്ടിട്ടില്ല, ഇപ്പോഴൊരു കേൾക്കാൻ. ഇതെങ്ങനെ ഇത് വരുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അതിന്റെ പിന്നിലൊക്കെ അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ പിന്നിൽ വഴി പിടിച്ചിട്ട് കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാക്കാം, അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുമായിരിക്കാം. എന്നതുപോലെ ഇത്തരം ഉപദ്രവങ്ങളും കളികളും ഒക്കെ എന്തിനും നടക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അടിസ്ഥാനകാര്യമായ കാര്യം ഇല്ലാന്ന് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. വേറൊരു ഹദീസ് പറയാ, സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ നിഷേധിക്കരുത്. നിഷേധിച്ചാൽ വലിയ തെറ്റാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വളരെ പരിഹാരം അല്ലാഹുവിൽ അഭയം തേടലാണ്, ദിക്ർ ചെല്ലലാണ്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഹബീബായ റസൂലുള്ളാഹി, ശ്രദ്ധിക്കണേ. അതിപ്രധാനപ്പെട്ട ഒരു ഹദീസ് പറയാൻ പോവുക. എല്ലാവരും എന്റെ അടുത്തേക്ക് നോക്കണം. അതിപ്രധാനപ്പെട്ട ഹദീസാ. സ്വഹീഹ് മുസ്ലിം. ലാ തകൂനന്ന ഇൻ ഇസ്തതഅത അവ്വല മൻ യദ്ഖുലു സൂഖ. ഒരങ്ങാടിയിൽ ഏറ്റവും അതിരാവിലെ ചെല്ലുന്നവൻ ഒരിക്കലും നീയാവാൻ പാടില്ല. സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി. ആദ്യം തുറക്കുന്ന പീടിയ